ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമ്മൾ ഇന്നലെ LSTD എക്സാമിനേഷന് പ്രൊവിഷണൽ ആൻസർ കീയുടെ ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ബാലൻസ് 50 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ അതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിന് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രനെക്സമിക് ആസിഡ് ഈസ് യൂസ്ഡ് ഇൻ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് മെനറാജിയ, വീനസ് ത്രോംബോസിസ്, പൾമണറി എംബോളിസം, സ്ട്രോക്ക്. സോ ട്രനെക്സമിക് ആസിഡ് നമുക്കറിയാം, ഇറ്റ് ഈസ് ഗിവൺ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെനറാജിയ. അതെന്താണ്, ആൻറ്റി ഫൈബ്രോലൈറ്റിക് മെഡിക്കേഷൻ ആണ് അല്ലേ. ബാക്കി 3 ഓപ്ഷൻസും പൾമണറി അതൊക്കെ എന്താണ്, എംബോളിസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ഒരു കേസിൽ നമ്മൾ ട്രനെക്സമിക് ആസിഡ് കൊടുക്കത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ക്ലിൻഡാമൈസിൻ ആക്ട് ബൈ 50S റൈബോസോമൽ ഇൻഹിബിഷൻ, DNA ഗൈറസ് ഇൻഹിബിഷൻ, 30S റൈബോസോമൽ ഇൻഹിബിഷൻ, മൈക്കോളിക് ആസിഡ് സിന്തസിസ് ഇൻഹിബിഷൻ. സോ നമുക്ക് ക്ലിൻഡാമൈസിൻ്റെ നമുക്കറിയാം ആൻസർ 50S റൈബോസോമൽ ഇൻഹിബിഷൻ ആണ് അല്ലേ വരുന്നത്. സോ അത് നമുക്ക് ലിങ്കോസാമൈഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്, ബാക്ടീരിയോസ്റ്റാറ്റിക് മെഡിക്കേഷൻ ആണല്ലേ. സോ അത് 50S റൈബോസോമൽ ഇൻഹിബിഷനാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്, ചീസ് റിയാക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് SSRIs, MAO മാവോ ഇൻഹിബിറ്റേഴ്സ്, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്, ഒപ്പിയോഡ്സ്. സോ ചീസ് റിയാക്ഷൻസ് എപ്പോഴും മാവോ ഇൻഹിബിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും അല്ലേ ചീസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ അത് നമുക്കറിയാം, അതാണ് എൻ്റെ ആൻസറായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡ്രഗ്സ് ഓർ ബയോളജിക്കൽ പ്രൊഡക്റ്റ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെൻറ്റ് ഓഫ് റെയർ ഡിസീസ് ആർ കോൾഡ്. റെയർ ഡ്രഗ്സ്, പ്രോ ഡ്രഗ്സ്, ഓർഫൺ ഡ്രഗ്സ്, ഹിറ്റ് ആൻഡ് റൺ ഡ്രഗ്സ്. സോ റെയർ ഡിസീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓർഫൺ ഡ്രഗ്സ് അല്ലേ, ഓപ്ഷൻ സി. അടുത്ത് വന്നിരിക്കുന്നത് ദ സ്പെസിഫിക് ആൻറ്റിഡോട്ട് ഓഫ് മെഥനോൾ പോയ്സണിങ്, ഡൈസൾഫിറാം, ക്ലോണിഡിൻ, ഫോമിപ്പിസോൾ, നാൾട്രക്സോൾ. സോ ആൻറ്റിഡോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈസൾഫിറാം നമ്മൾ ക്രോണിക് ആൽക്കഹോളിസം ട്രീറ്റ്മെൻറ്റ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഫോമിപ്പിസോൾ ആണ് അല്ലേ, ആൻറ്റിഡോട്ട് ഫോർ മെഥനോൾ പോയ്സണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എ പ്യൂരിൻ ന്യൂക്ലിയോടൈഡ് ഹാവിംഗ് റാപ്പിഡ് ആൻഡ് ഷോർട്ട് ആൻറ്റി അരിത്മിക് ആക്ഷൻ, ബ്രെട്ടിലിയം, അഡിനോസിൻ, ഡിൽറ്റിയാസം, അമിയോഡാരൻ. സോ അതിൽ വരുന്ന ആൻസർ അഡിനോസിനാണ് വരിക. സോ ഇത് നമുക്കറിയാം ലെസ് ദാൻ 10 seconds ആണ് ഇതിൻ്റെ ആക്ഷൻസ് നമുക്ക് വരുന്നത്. അഡിനോസിൻ റിസപ്റ്ററിലാണ് ബൈൻഡ് ചെയ്യുന്നത്. ടി-ഹാഫ് എന്ന് പറയുന്നത് ടി-ഹാഫ് ഈസ് ലെസ് ദാൻ 10 seconds ആണ്. PSVTയുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഈ പറയുന്ന അഡിനോസിൻ എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് എ സിസ്റ്റമിക് ആൻറ്റാസിഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്. സോ ഇതിൽ വന്നിരിക്കുന്ന സിസ്റ്റമിക് ആൻറ്റാസിഡായിട്ട് നമുക്ക് ആൻസർ വന്നിരിക്കുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ് അല്ലേ. അടുത്ത് വന്നിരിക്കുന്നത് എക്സാമ്പിൾ ഓഫ് ലൂപ്പ് ഡയറോട്ടിക്, അസറ്റസോളാമൈഡ്, സ്പൈറോലാക്ടോൺ, ഹൈഡ്രോക്ലോറോതൈസൈഡ്, ടോർസാമൈഡ്. സോ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ടോർസാമൈഡ് ആണ് ആൻസർ ആയിട്ട് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻറ്റികൊളിൻ എസ്ട്രേസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് അൽഷിമേഴ്സ് ഡിസീസ്. അൽഷിമേഴ്സ് ഡിസീസിൽ ഉപയോഗിക്കുന്ന ആൻറ്റികൊളിൻ എസ്ട്രേസ് ഇൻഹിബിറ്റർ അല്ലെ, ആൻറ്റികൊളിൻ എസ്ട്രേസ് അത് ഏതാണ്, അത് നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ലെവൽ കൂടുന്നല്ലോ. ഓക്കെ, സോ നമ്മളിവിടെ കൊളിൻ എസ്ട്രേസിന് ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴാണ് വരുന്നത്. ഓക്കെ, സോ അതിൻ്റെ വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ആംബിനോണിയം ഉണ്ട്, ഫൈസോസ്റ്റിഗ്മിൻ, എഡ്രോഫോണിയം ആൻഡ് ടാക്രിൻ. സോ ഇതിൽ വരുന്ന അൽഷിമേഴ്സ് ഡിസീസിൽ ഉപയോഗിക്കുന്ന ആൻറ്റികൊളിനെസ്ട്രേസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന് ആൻസർ വന്നിരിക്കുന്നത് ടാക്രിൻ ആണ് വരിക. ടാക്രിൻ ഫസ്റ്റ് ഡ്രഗ് ആട്ടോ അപ്രൂവ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡ്രഗ് ആൻറ്റികൊളിനെസ്ട്രേസ് അപ്രൂവ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് അൽഷിമേഴ്സ് ഡിസീസ് ആണ്. ഇപ്പോൾ അത് റെയർലി ആണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് എന്താണ്, ഹെപ്പാറ്റോടോക്സിസിറ്റി ഉള്ളതുകൊണ്ട് റെയർലി യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. ബാക്കിയുള്ള ഡ്രഗാണ് ഡോണപ്പസിർ, റിവാസ്റ്റിഗ്മിൻ, ഗലൻഡാമിൻ ഒക്കെ നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആൻ എക്സാമ്പിൾ ഓഫ് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റർ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ് അല്ലെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോർപ്രോപ്പമൈഡ്, ഗ്ലിപ്പിസൈഡ്, അക്കാർബോസ്, ക്ലിമിപ്പിരൈഡ്. ഏതാ വരെ, അക്കാർബോസ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. ദ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്, ഡയറക്ടർ ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, ഡ്രഗ് കൺട്രോൾ ഓഫ് ഇന്ത്യ ആൻഡ് ദ ഡയറക്ടർ ഓഫ് ഫാർമക്കോപ്പിയ ലബോറട്ടറി. ഓപ്ഷൻ ഡി അല്ലേ റൈറ്റ് ആൻസർ വരുന്നത്. എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്ത ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ദ ഷെഡ്യൂൾ ഓഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഡ്രഗ് ഈസ് ഷെഡ്യൂൾ Q, ഷെഡ്യൂൾ P, ഷെഡ്യൂൾ A ആൻഡ് ഷെഡ്യൂൾ C1. സോ ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ് പറയുന്നത് ഷെഡ്യൂൾ P ആണ് അല്ലേ. അടുത്തത് ദ ചെയർമാൻ ഓഫ് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് ഈസ് ദ ഡ്രഗ് കൺട്രോൾ ഓഫ് ഇന്ത്യ, ഡയറക്ടർ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി കൊൽക്കത്ത, പ്രസിഡന്റ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, ദ ഡയറക്ടർ ഓഫ് ജനറൽ ഹെൽത്ത് സർവീസ്. സോ ഇതിൽ റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി തന്നെയാണ്, ദ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആണ്. പക്ഷേ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ വന്നിരിക്കുന്നത് 69
63യുടെ എ ഓപ്ഷനാണ് നമുക്ക് ആ ഒരു ആൻസർ കീ തന്നിരിക്കുന്നത്. സോ ഇതിൽ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആണ്. ഓക്കെ, ദ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഷുഡ് ഹാവ് ദ ഫോളോയിങ് നമ്പർ ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ്. സോ 6, 9, 5 and 7. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 6 രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റും ആയിരിക്കും, 1 മെഡിക്കൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റും ആണ്, 1 മെമ്പർ ഫ്രം മെഡിക്കൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. സോ ടോട്ടൽ 7 മെമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലേ. സോ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഷെഡ്യൂൾ ഡി ആസ് പെർ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഈസ് കൺസേൺഡ് വിത്ത് ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് എക്സംപ്റ്റഡ് ഫ്രം ദ പ്രൊവിഷൻ ഓഫ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ്, ഡിസീസ് ഓർ എയിൽമെൻറ്റ്സ് വിച്ച് may not purport to prevent or cure, റിക്വയർമെൻറ്റ്സ് ഓഫ് ഫാക്ടറി പ്രൊമൈസസ്, ലിസ്റ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്. സോ നമ്മൾക്ക് ഇതിൽ വരുന്നത് ആൻസറായിട്ട് വരുന്ന ഇവിടെ ചോദിച്ചിരിക്കുന്ന ഷെഡ്യൂൾ ഡി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് എക്സംപ്റ്റഡ് ഫ്രം ദ പ്രൊവിഷൻ ഓഫ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് എന്നുള്ളതായിരിക്കും അതിൻ്റെ ആൻസർ. ഇഫ് എ ഡ്രഗ് കണ്ടെയ്ൻസ് കളർ വിച്ച് ഇസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ് ഈസ് കോൾഡ് സ്പ്യൂരിയസ്, മിസ്ബ്രാൻഡഡ് വെറ്റിനറി ഡ്രഗ്സ്, ഷെഡ്യൂൾ സി ഡ്രഗ്സ്. സോ ഇതിന് ആൻസറായിട്ട് വരുന്നത് മിസ്ബ്രാൻഡഡ് ആണ് അല്ലേ. മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ഫോർ രജിസ്ട്രേഷൻ ആസ് ഫാർമസിസ്റ്റ് ഈസ് 21 ഇയർ, 16 ഇയർ, 18 ഇയർ, 17 ഇയേഴ്സ്. സോ നമുക്കത് പഠിക്കാണ്ട് മിനിമം ഏജ് എത്രയാണ് വരിക? 18 ഇയേഴ്സാണ് വരിക അല്ലേ, 18 ഇയേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് The drug inspector is appointed under the Act of 19 of IPC, 21 of IPC, 42 of IPC and 48 of IPC. So the drug inspectors appoint ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 21 ആണ് വരിക. 21 സെക്ഷൻ 20 ആക്ട് 21 അനുസരിച്ചാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് വരുന്ന ദ ഡ്രഗ് സാമ്പിൾസ് ടേക്കൺ ബൈ ദ ഡ്രഗ് ഇൻസ്പെക്ടർ ഫോർ അനാലിസിസ് ആർ സെൻഡിങ് ടു ഡ്രഗ് കൺട്രോളർ, ഗവൺമെൻറ് അനലിസ്റ്റ്, കെമിക്കൽ അനലിസ്റ്റ്, ടെസ്റ്റിംഗ് ലബോറട്ടറി. സോ ഡ്രഗ് സാമ്പിൾസ് എടുക്കുന്നത് സെൻഡ് ചെയ്യുന്നത് നമുക്ക് ഗവൺമെൻറ് അനലിസ്റ്റിനായിരിക്കും. ഓക്കെ, അതായത് ഓപ്ഷൻ ബി ആണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത 70ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഷെഡ്യൂൾ ഇൻ ദ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ദ ഡീൽ വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡിസിൻഫെക്റ്റൻറ്റ് ഫ്ലൂയിഡ്സ്. ഷെഡ്യൂൾ ബി ഉണ്ട്, ഷെഡ്യൂൾ എഫ് ഉണ്ട്, ഷെഡ്യൂൾ ഒ ഉണ്ട്, ഷെഡ്യൂൾ എം ഉണ്ട്. സോ നമുക്ക് ബി റേറ്റ് ഓഫ് ഫീസ് അറിയാം, എഫ് നമുക്ക് എന്താണ് ബ്ലഡ് കമ്പോണൻറ്റ്, ഇതൊക്കെയല്ലേ ബ്ലഡ് ബാങ്കാണ് വരിക, എം ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആണ് വരിക. സോ ഷെഡ്യൂൾ ഒ ആണ് വരിക, ഡിസിൻഫെക്റ്റൻറ്റ് ഫ്ലൂയിഡ്സ്. അതാണ് അതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ഹൗ മച്ച് ഈസ് ദ മിനിമം സ്പേസ് റിക്വയർഡ് ടു ഓപ്പൺ എ ന്യൂ ഡ്രഗ് സ്റ്റോർ? 90 to 100, 150 to 250, 50 to 150 ആൻഡ് 100 to 300. സോ ഈ ഒരു ക്വസ്റ്റ്യനും നല്ലൊരു കൺഫ്യൂസിങ് ആകുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. ബിക്കോസ് നമുക്കറിയാം ന്യൂ ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ന്യൂ ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന പറയുമ്പോൾ നമുക്കറിയാം മിനിമം ഏരിയ ടു സ്റ്റാർട്ട് എ റിറ്റെയിൽ ഫാർമസി, റിറ്റെയിൽ സ്റ്റോർ ഓപ്പൺ, റിറ്റെയിൽ ഫാർമസി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം 10 സ്ക്വയർ മീറ്റർ 10 സ്ക്വയർ മീറ്റർ ആണ് വരിക. സോ അത് നമ്മൾ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 107.6 സ്ക്വയർ ഫീറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ അത് വരും. അതുപോലെ നമുക്ക് ഇത് രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് വരുമ്പോൾ 15 സ്ക്വയർ മീറ്റർ അല്ലേ വരിക. അത് നമുക്ക് അതായത് റിറ്റെയിൽ പ്ലസ് ഹോൾസെയിലൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ 15 സ്ക്വയർ മീറ്റർ ആണ് വരിക. അതിന് നമ്മൾ ഈ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 161.4 സ്ക്വയർ ഫീറ്റ് എന്നാണ് നമുക്ക് കിട്ടുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതായത് മിനിമം സ്പേസ് ഒരു ന്യൂ ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട മിനിമം സ്പേസ് നമുക്ക് പറയുമ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൺഫ്യൂസിംഗ് ആയിട്ട് വരും. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കുക. അതിൽ നമുക്ക് സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ആൻസർ തന്നിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റത്തെ റിറ്റെയിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 107 എന്നുള്ള ഓപ്ഷനല്ലേ വരിക. അപ്പോൾ അത് ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്തായാലും അല്ല, പിന്നെ ഈ ഒരു ഇതിൽ വരിക. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഇതും ഒരു കൺഫ്യൂഷൻ വരും. ഇത് റിറ്റെയിൽ ഡ്രഗ് സ്റ്റോർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡ്രഗ് സ്റ്റോറാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ഈ ഒരു ഓപ്ഷൻ സിയിൽ വരത്തുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നതെന്ന് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇതിൽ കറക്റ്റായിട്ട് ആൻസർ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ ഇതിൽ ഓപ്ഷൻസ് മൾട്ടിപ്പിൾ നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്ന ഒരു ചില ഓപ്ഷൻ അതിൽ കറക്റ്റായിട്ട് വരുന്നില്ല, മൾട്ടിപ്പിൾ ഓപ്ഷൻ വരുന്നുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. സോ അതെനിക്കറിയാം, അതാണ് എനിക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വരുന്നത് ഗീവൺ ദ ഫോളോയിങ് വിച്ച് ഈസ്, നമുക്കിതിൽ ആൻസർ 71 ആൻസർ തന്നിട്ടുള്ളത് എ തന്നിട്ടുള്ളത്, പക്ഷേ എ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, 72 given the following which is not ideal place for opening a new drug store. ഓക്കെ, ഒരു ന്യൂ ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പറ്റിയ പ്ലേസ് അല്ലാത്തത്. ഡെവലപ്പിംഗ് ഏരിയ, നിയർ ഹോസ്പിറ്റൽസ്, ഫ്ലോ ഓഫ് ട്രാഫിക്, ബിസിനസ് ലൊക്കാലിറ്റി. സോ അത് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഫ്ലോ ഓഫ് ട്രാഫിക് ആണെന്ന് തോന്നുന്നു. അത് തന്നെയായിരിക്കും റൈറ്റ് ആൻസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ട്രാഫിക്കിൽ അടുത്തുകൊണ്ട് നമ്മൾ ഒരു ന്യൂ ഡ്രഗ് സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് അത്ര സക്സസ്ഫുൾ ആവണമെന്നില്ലല്ലോ.
ഓക്കെ, അടുത്തൊന്ന് ബിഫോർ അലൗവിങ് ക്രെഡിറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എസെൻഷ്യൽ ഇൻഫർമേഷൻ മസ്റ്റ് ബി ഒബ്റ്റൈൻഡ് അബൌട്ട് ദ ക്ലൈൻറ്റ്, ഹിസ് ക്യാരക്ടർ, ഹിസ് കപ്പാസിറ്റി, ഹിസ് ക്യാപിറ്റൽ ആൻഡ് ഓൾ ഓഫ് ദീസ്. സോ ഈ ഒരു ഇതിൽ എനിക്ക് ഓപ്ഷൻ ഡി ആണ് എന്നിട്ട് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ എല്ലാം ക്യാരക്ടർ നമുക്ക് തിരിച്ചടയ്ക്കുന്ന പറ്റുന്ന ഒരാളാണോ, അയാളുടെ ക്യാപിറ്റൽ അറിയണം, അയാളുടെ കപ്പാസിറ്റി അറിയണം, അതിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറും മനസ്സിലാക്കണം അല്ലേ. സോ ഓപ്ഷൻ ഡി തന്നെയായിരിക്കും റൈറ്റ് ആൻസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് തന്നെ ഇൻവെൻട്രി കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് റോ മെറ്റീരിയൽസ്, ഇൻ പ്രോഗ്രസ് ഗുഡ്സ്, ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, ഓൾ ഓഫ് ദീസ്. സോ ഇതിൽ ഇൻവെൻട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഓൾ ഓഫ് ദീസ് തന്നെയാണ് കറക്റ്റ് ആൻസർ. സാധാരണ നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ ഇതുപോലെ റോ മെറ്റീരിയൽസും അതിൻ്റെ ഇൻ പ്രോഗ്രസ് ഗുഡ്സും ഫിനിഷ്ഡ് ആയിട്ട് പ്രൊഡക്റ്റും എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ വലിയൊരു ജനറൽ ബിസിനസ്സിൽ നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ പക്ഷേ നമ്മുടെ ഫാർമസി ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഇൻവെൻട്രിയിൽ റോ മെറ്റീരിയൽസ് വളരെ കുറവായിരിക്കും, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കൂടുതൽ. പക്ഷേ ജനറൽ ടൈമിൽ പറയുമ്പോൾ ഇതെല്ലാം ഉള്ളതാണ് ഇൻവെൻട്രി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഇത് 74D തന്നെയാണ് ആൻസർ എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നത് മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് നോൺ എസ് ബഫർ ലെവൽ, ഡേഞ്ചർ ലെവൽ, ഓർഡറിംഗ് ലെവൽ, റീഓർഡർ ലെവൽ. ഓക്കെ, സോ ഇതിൽ 75ൻ്റെ ആൻസർ എ ആണല്ലേ, ബഫർ ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവലിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബഫർ ലെവൽ അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക്, ബഫർ സ്റ്റോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡേഞ്ചർ ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്, ലെവൽ ബിലോ ദ മിനിമം ലെവലിനാണ് ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. മിനിമം ലെവലിനെ അല്ല, മിനിമം ലെവലിൻ്റെ താഴെയുള്ള ഒരു ഇതിനാണ് നമ്മൾ ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. സോ മിനിമം ലെവലിനെ ബഫർ ലെവൽ എന്നോ അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് എന്നോ പറയാം. അതുപോലെ തന്നെ ഓർഡറിംഗ് ലെവൽ, റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലെവൽ അതിനെ അവിടെ വരുമ്പോൾ നമ്മൾ എന്തിനാ ഓർഡർ ചെയ്യണം അല്ലേ, പുതിയ ഓർഡർ പ്ലേസ് ചെയ്യേണ്ട ലെവലാണത്. അത് മിനിമം ലെവലാണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഓപ്ഷൻ എ തന്നെ ആയിരിക്കും എൻ്റെ റൈറ്റ് ആൻസർ. ബിൻ ഗാർഡ് ഇസ് മെയിൻറ്റെയിൻ ബൈ അക്കൗണ്ടൻറ്റ്, സ്റ്റോർ കീപ്പർ, ബോത്ത് എ ആൻഡ് ബി, ബ്രാഞ്ച് മാനേജർ. ബിൻ ഗാർഡ് മാനേജ് ചെയ്യേണ്ടത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ എഴുതുന്നത് സ്റ്റോർ കീപ്പറാണ്. ഓക്കെ, സ്റ്റോർ കീപ്പർ. പക്ഷേ അതുപോലെ സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ടല്ലോ, സ്റ്റോറിൻ്റെ ലെഡ്ജർ, ആ ലെഡ്ജർ ആണെങ്കിൽ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും മോണിറ്ററി വാല്യൂ ഉള്ള ഒരു ഇതാണെങ്കിൽ ആ ഒരു സ്റ്റോർ ലെഡ്ജർ പോലത്തെ നമുക്ക് റെക്കോർഡ്സ് ഉണ്ടല്ലോ മോണിറ്ററി വാല്യൂ ഉള്ള അങ്ങനത്തെ റെക്കോർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അക്കൗണ്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ബിൻ ഗാർഡ് ആയതുകൊണ്ട് സ്റ്റോർ കീപ്പർ ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് ദ ലെവൽ ഈസ് ബിലോ ദ മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് കോൾഡ് റീ ഓർഡർ ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവൽ ആൻഡ് സേഫ്റ്റി ലെവൽ. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് ഡേഞ്ചർ ലെവൽ. നമുക്ക് മിനിമം ലെവലിനേക്കാൾ താഴേക്ക് പോകുമ്പോൾ അതിന് ഡേഞ്ചർ ലെവൽ എന്നാണല്ലോ നമ്മൾ പറയുന്നത് അല്ലേ. അക്കോർഡിംഗ് ടു പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം ദ റെക്കോർഡ് ഈസ് ദ ഫോളോയിങ് ടൈപ്പ്. ഓക്കെ, ഇൻവെൻട്രി സിസ്റ്റം ദ റെക്കോർഡ് ഈസ് ദ ഫോളോയിങ് ടൈപ്പ്: ബിൻ ഗാർഡ്, സ്റ്റോർ ലെഡ്ജർ, ഡേറ്റ ഗാർഡ്, ഫിസിക്കൽ സ്റ്റോക്ക് വേരിഫിക്കേഷൻ. സോ ഇതിൽ പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിൽ ഇവർ തന്നിരിക്കുന്ന ഓപ്ഷൻ സി ഡേറ്റ ഗാർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ബിൻ ഗാർഡ് ആയിരിക്കുമെന്ന്. ബിൻ ഗാർഡാണ് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഡേറ്റ കാർഡ് തന്നിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടേമായിട്ട് നമുക്ക് ഈ അതൊരു സ്റ്റാൻഡേർഡ് ടേം അല്ലത്. സോ നമുക്ക് പഠിക്കാനുള്ളതിൽ നമ്മൾ പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കാനുള്ളതിൽ ബിൻ ഗാർഡാണ് നമുക്ക് വരുന്നത്. അതിൽ സ്റ്റോർ ലെഡ്ജറും പറയുന്നുണ്ട്. പക്ഷേ എന്നാലും അതിൽ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള റെക്കോർഡ് എന്ന് പറയുന്നത് ബിൻ ഗാർഡ് തന്നെ ആവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഡേറ്റ കാർഡാണ് തന്നിരിക്കുന്നത്. അതൊരു സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് തോന്നുന്നില്ല. സോ ഇതിൽ ഉള്ള ഒരു ഓപ്ഷനെ കൂടെ കൂടുതൽ പ്രോബ്ലമാറ്റിക്, നമുക്ക് ഉള്ള ഒരു ആൻസറിനെ കൂടി കൂടുതൽ പ്രോബ്ലമാറ്റിക് ആക്കി മാറ്റുന്നേ ഉള്ളൂ ഡേറ്റ കാർഡുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. സോ ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ എനിക്ക് ആൻസർ ബിൻ ഗാർഡ് അതിനായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ സെയിൽസ് പ്രൊമോഷൻ, കൂപ്പൺസ്, ഫെയർ ആൻഡ് എക്സിബിഷൻ, ട്രേഡിംഗ് സ്റ്റാമ്പ് ആൻഡ് ഓൾ ഓഫ് ദി എബോവ്. സോ ഇതിന് ആൻസർ എല്ലാം അല്ലേ, എല്ലാ ടെക്നിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: മിക്സഡ് ബാങ്ക് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്, സേവിംഗ് ബാങ്ക് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്, എക്സ്ചേഞ്ച് ബാങ്ക് ആൻഡ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബാങ്ക്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് സേവിങ്സ് ബാങ്ക്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക, കമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക് ആണ് വരിക കേട്ടോ. അടുത്ത ലിമുലസ് അമീബിസൈഡ് ലൈസൈഡ് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ബാക്ടീരിയ, ഫംഗി, വൈറസ്, പൈറജൻസിനെ ഡിറ്റക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. എൻഡോടോക്സിൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഡാഷ് ഈസ് കൺസിഡർഡ് ആസ് എ സൂട്ടബിൾ കണ്ടെയ്നർ ഫോർ ദ പാരൻട്രൽസ്: സോഡ ലൈം ഗ്ലാസ്, സിലിക്ക ട്രീറ്റഡ് ഗ്ലാസ്, സോഡ ലൈം ട്രീറ്റഡ് ഗ്ലാസ്, ടൈപ്പ് 3 ഗ്ലാസ്. സാധാരണ നമ്മൾ പാരൻട്രൽസ് പഠിക്കുമ്പോൾ ടൈപ്പ് 1 ഗ്ലാസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, ടൈപ്പ് 1 ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷനിൽ ഈ സോഡ ലൈം ട്രീറ്റഡ് ഗ്ലാസ് തന്നിട്ടുണ്ട്. അതിൽ സോഡ ലൈം ഗ്ലാസും ടൈപ്പ് 3 ഗ്ലാസും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, സോ ഇവിടെ വരുന്നത് മൾട്ടിപ്പിൾ ഓപ്ഷൻസിന് നമുക്കിവിടെ വരുന്നുണ്ട്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ അതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുന്നുണ്ട് ഇതിൽ.
ഇത് തന്നിരിക്കുന്നതനുസരിച്ച് സോഡ ലൈം ഗ്ലാസ് എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് ടൈപ്പ് 3 ഗ്ലാസ് വരുന്നത്. സോഡ ലൈം ട്രീറ്റഡ് ഗ്ലാസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾക്ക് ഇതിൽ ആൻസർ കീയിൽ തന്നിട്ടുള്ളത്. ഓക്കെ, സോ പക്ഷേ നമ്മൾ ഈ രണ്ട് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ടൈപ്പ് 1 കൊടുത്താൽ പോലും ടൈപ്പ് 2 ടൈപ്പ് 3 നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ളതുണ്ട്. ഓക്കെ, നമുക്ക് പാരൻറ്ററിലുണ്ട്. സോ ഡ്രൈ പൗഡേഴ്സ് ഒലിജിനസ് സൊല്യൂഷൻസിന് നമുക്ക് വേണമെങ്കിൽ അവർ അങ്ങനത്തെ ഒരു കേസിൽ, അതായത് pH <7 വരുന്ന ഒരു കേസിൽ നമുക്കത് വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇൻഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. സോ ആ ഒരു കേസിൽ നമുക്കിതൊരു അതുപോലെ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. സോ എനിക്ക് തോന്നുന്നു 2 and 3 കൂടെ അതും നമുക്ക് യൂസ് ചെയ്യാം എന്ന് തോന്നുന്നു ടൈപ്പ് 1 പോലെ തന്നെ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കൺഫ്യൂസിങ് ആണ്. ഇതിനും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് എടുക്കാനുള്ള ഒരു ചാൻസ്, നമുക്ക് ചോയ്സ് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സൈസ് ഓഫ് മൾട്ടിപ്പിൾ ഡോസ് കണ്ടെയ്നർ പാരൻറ്റൽ ഈസ് ലിമിറ്റഡ് ടു -ml/USP. സോ മൾട്ടിപ്പിൾ ഡോസ് കണ്ടെയ്നർ ആണ് അല്ലേ, 25, 30, 40 and 50 ആണ് വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 30 ml ആണ് നമുക്ക് USP അനുസരിച്ച് വരിക. അടുത്തത് ക്രയോപ്രൊട്ടക്റ്റൻസ് ഈസ് യൂസ്ഡ് ഇൻ പാരൻറ്റൽസ് ആസ് ടു പ്രിവെൻറ്റ് ഫ്രീസിങ് ഡാമേജ്, ടു പ്രൊട്ടക്ട് ഫ്രം ദ മൈക്രോ ഓർഗനിസം, ടു സ്റ്റെബിലൈസ് ഫ്രം ദ കെമിക്കൽ ഡിഗ്രഡേഷൻ ആൻഡ് ടു പ്രിവെൻറ്റ് ഇറിറ്റേഷൻ. സോ ക്രയോപ്രൊട്ടക്റ്റൻസ് ടു പ്രിവെൻറ്റ് ദ ഫ്രീസിങ് ഡാമേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സോഴ്സ് ഓഫ് ഡ്രഗ് ഇൻഫർമേഷൻ. ഒറിജിനൽ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലിൻ്റെ റിവ്യൂ ആണ് അല്ലേ, സിസ്റ്റമാറ്റിക് റിവ്യൂ നടത്തിയേക്കുന്നതാണ്. സോ അത് സെക്കൻഡറി ആയിട്ടല്ലേ വരിക. ഓക്കെ, സെക്കൻഡറി 85C തന്നെയാണ് തന്നിരിക്കുന്നത്, സെക്കൻഡറി ആണ് വരിക. ഡാഷ് ഈസ് നോട്ട് എ WHO ഡ്രഗ് സെലക്ഷൻ ക്രൈറ്റീരിയ ടു ആഡ് ന്യൂ ഡ്രഗ്സ് ഇൻ ടു ഡ്രഗ് ഫോർമുലറി. കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ, സിംഗിൾ കോമ്പൗണ്ട്സ് ഓൺ ദ WHO എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ്, കോമ്പിനേഷൻ കോമ്പൗണ്ട്സ്. സോ കോമ്പിനേഷൻ കോമ്പൗണ്ട്സ് ആണ് ഇതിൽ മോർ അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് ഞാൻ പറയും. കാരണം WHO സെലക്ഷൻ ക്രൈറ്റീരിയ ചോദിച്ചിരിക്കുന്നത് അല്ലേ, അത് ഏതാണ് അല്ലാത്തത്, ടു ആഡ് ദ ന്യൂ ഡ്രഗ്സ് ഇൻ ടു ഡ്രഗിൻ്റെ ഫോർമുലറിലേക്ക് ആഡ് ചെയ്യാം. സോ ഇതിൽ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കോമ്പിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. പിന്നെ അതുപോലെ ഈ WHO എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് ഓക്കെ ഫോർമുലറിലേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, ഓപ്ഷൻ ഡി തന്നെയാണ് എൻ്റെ വരുന്നത്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആയിട്ട് വരുന്നതാണ് എൻ്റെ ഒരു ഐഡിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂഷ്വലി ഹൂ വിൽ ബി ദ ചെയർമാൻ ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? ഫാർമസിസ്റ്റ്, ഫിസിഷ്യൻ, നേഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. സോ അതിൻ്റെ ഇതായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഫിസിഷ്യൻ ആണ് വരിക. അടുത്ത് വന്നിരിക്കുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഷുഡ് മീറ്റ് റെഗുലർലി അറ്റ്ലീസ്റ്റ് ഡാഷ് ടൈംസ് ഇൻ എ ഇയർ, 2, 4, 6 and 8. സോ അതിന് ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ സി 6 വരിക. കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇൻ പേഷ്യൻ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഔട്ട് പേഷ്യൻ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ബോത്ത് A and B ഇൻഡിവിജ്വൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. സോ കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്ക് വരുമ്പോഴത്തേക്കും ഇൻ പേഷ്യൻ്റ് ആണ് അല്ലെ, ഔട്ട് പേഷ്യൻസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അഡ്മിറ്റ് ആയ ആൾക്കാർക്കാണ് കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരിക. അടുത്ത് ആൻ ഇൻവെൻറ്ററി കൺട്രോൾ ദ ടൈം റിസർവ് സ്റ്റോക്ക് മീൻസ്. റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, നോർമൽ ലീഡ് ടൈം കൺസപ്ഷൻ, എക്സസ് യൂസേജ് റിക്വയർമെൻറ്റ് ഡ്യൂറിങ് നോർമൽ ലീഡ് ടൈം, സ്റ്റോക്ക് ഫോർ ലൂസേജ് അറ്റ് നോർമൽ ലേറ്റ്, മിനിമം സ്റ്റോക്ക് ടു ബി മെയിൻറ്റൈൻഡ്. സോ റിസർവ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ലീഡ് ടൈമിൽ നമ്മൾ ലീഡ് ടൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ആ ലീഡ് ടൈമിൽ നമുക്ക് ആ ഒരു ടൈമിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എക്സസ് യൂസേജ് റിക്വയർമെൻറ്റിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ളതാണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇതിന് ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതാണ് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ കമ്പയർ ടു അതർ ഓപ്ഷൻസ്. കാരണം ലീഡ് ടൈം എന്നുള്ളൊരു ഇത് വന്നിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, സോ നമ്മൾ ആ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന എക്സസ് ആയിട്ടുള്ള സ്റ്റോക്കാണല്ലോ റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ അതാണ് ആൻസർ വരിക. 91 ഡാഷ് ഈസ് ദ കോസ് ഓഫ് ഫാർമക്കോഡൈനാമിക് ഡ്രഗ് ഇൻട്രാക്ഷൻ pharmacodynamic drug interactions, alteration in GI motility, excess protein binding, enzyme induction, receptor site interaction. ഉറപ്പായിട്ടും ഡി തന്നെ ആയിരിക്കും വരിക, ഫാർമക്കോഡൈനാമിക്. ഓക്കെ, ബാക്കി മൂന്നും ഫാർമക്കോകൈനറ്റിക് ആണ് അല്ലേ. ഡാഷ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിഡ്രോവൽ ഓഫ് എ മെഡിസിൻ. ടൈപ്പ് എ ADR, ടൈപ്പ് ബി, ടൈപ്പ് ഇ, ടൈപ്പ് സി. സോ വിഡ്രോവൽ ADR എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഇ ആണ്. എൻഡ് ഓഫ് ഡോസ്, ഇത് നമുക്ക് എൻഡ് ഓഫ് ഡോസ് എന്നോ അല്ലെങ്കിൽ വിഡ്രോവൽ ടൈപ്പ് ഓഫ് ADR എന്ന് നമ്മൾ പറയാം അല്ലേ, ടൈപ്പ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടൈപ്പ് ഇ ആണ് അതിന് ആൻസറായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ടൈപ്പ് എ ഓഗ്മെൻറ്റഡ് ടൈപ്പാണ് വരിക, ബി ബിസയർ ടൈപ്പ്, സി ക്രോണിക് ടൈപ്പ്. പ്രൊലോങ്ഡ് യൂസ് ഉള്ളതുകൊണ്ട് ടൈപ്പ് ഓഫ് ADR ആണ് സിയിൽ വരുന്നത്. ഓക്കെ, മറ്റേത് നമ്മൾ എൻഡ് ഓഫ് യൂസ് ഓർ വിഡ്രോവൽ റിയാക്ഷൻ എന്നാണ് പറയുന്നത് ടൈപ്പ് ഇന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നാൽ ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കാറ്റഗറി എക്സ് ഡ്രഗ്സ് ഫോർ പ്രഗ്നൻസി. ഐസോട്രിറ്റിനോയിൻ, ഡോക്സിലാമിൻ, ബിസാക്കോഡിൽ, ഡോക്യുസൈറ്റ്. ഓപ്ഷൻ എ അല്ലേ, ഐസോട്രിറ്റിനോയിനാണ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസിയാണ്. സോ ഓപ്ഷൻ അത് കാറ്റഗറി എക്സിൽ വരുന്ന ഡ്രഗാണ്. സോ ഐസോട്രിറ്റിനോയിൻ എന്ന് പറയുന്നത്.
ഓക്കെ, അത് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അടുത്ത poor bioavailability means the drug is non-ionized drug, highly ionized drug, drugs in the amorphous form, salt of weakly acidic drug. സോ poor bioavailability എന്ന് പറയുമ്പോഴത്തേക്കും ഹൈലി അയണൈസ്ഡ് മെഡിക്കേഷൻ ആയിരിക്കുമല്ലോ. കാരണം നമുക്ക് നോൺ അയണൈസ്ഡ് ഡ്രഗും അതുപോലെ ലിപ്പിഡ് സൊല്യൂബിളാണ് മാക്സിമം പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതും കൂടുതൽ ബയോഅവൈലബിലിറ്റി കിട്ടുന്നതും. സോ ഇതിൽ വരുന്ന ഓപ്ഷൻ ബി തന്നെയാണ് വന്നിരിക്കുന്നത്. അതാണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ലൈൻ ആൻറ്റിഡോട്ട് ഫോർ ബീറ്റ ബ്ലോക്കർ ടോക്സിസിറ്റി ഗ്ലൂക്കഗോൺ, ടൈമിൻ, പ്രാലിഡോക്സിൻ, ഇഡിറ്റിയെ. ഗ്ലൂക്കഗോൺ ബീറ്റ ബ്ലോക്കറിൻ്റെ ടോക്സിസിറ്റിക്ക് നമ്മൾ കൊടുക്കുന്നത് ഗ്ലൂക്കഗോൺ ആണ്. ഓക്കെ, ഓപ്ഷൻ 95A തന്നെയാണ്. നോർമൽ HbA1c ലെവൽ ഈസ് 7.6 to 8.6, 8.6 to 9.6, ബിലോ 5.6. ഓക്കെ, ഇത് ഓപ്ഷൻ സി വരിക കറക്റ്റ് ആൻസറും. നമുക്കറിയാം നോർമൽ ലെവൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 5.7 എന്നുള്ളതാണ് വരിക പെർസെൻറ്റേജ്. അതിൽ 5.7 to 6.4 എന്നുള്ളതാണ് പ്രീ ഡയബറ്റിക് ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു ഇത്. അതുപോലെ മോർ ദാൻ 6.5 വരുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് മെലിറ്റസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരുന്നത്. ഓക്കെ, അടുത്ത പേഴ്സൺ ഈ സ്റ്റേജ് 2 ഹൈപ്പർടെൻസീവ് ഇഫ് ഹിസ് BP ഈസ് ഡാഷ് ആസ് പെർ JNC7 ക്ലാസിഫിക്കേഷൻ. സോ അതനുസരിച്ചിട്ട് നമ്മൾ JNC7 അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ സ്റ്റേജ് 2 എന്ന് പറയുന്നത് സ്റ്റേജ് 1 നമുക്കറിയാം 140, 160, 90, 90 വരിക. സ്റ്റേജ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മോർ ദാൻ ഓർ ഈക്വൽ ടു 160 വരണം. അതുപോലെ തന്നെ എന്താണ് ദാറ്റ് ഈസ് സിസ്റ്റോളിക്. ഡയസ്റ്റോളിക് മോർ ദാൻ ഓർ ഈക്വൽ ടു 100 ആയിരിക്കും വരേണ്ടത്. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതാണ് 165. ഓക്കെ, അതാണ് ആൻസറായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത് കോമ കോക്ടെയിൽ ആൻറ്റിഡോട്ട് റെഫേഴ്സ് ടു ദ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നലോക്സോൺ, ടാനിക് ആസിഡ്, നോറഡ്രിനാലിൻ, ഡെക്സ്ട്രോസ്, നലോക്സോൺ, തയമീൻ, ഐസോപ്രനാലിൻ, മഗ്നീഷ്യം ഓക്സൈഡ്, തയമീൻ, അഡ്രിനാലിൻ, ഫോളിക് ആസിഡ്, നലോക്സോൺസ്. സോ നമുക്ക് കോമ കോക്ടെയിൽ ആൻറ്റിഡോട്ട് നമുക്കറിയാം. അത് നമ്മൾ കുറച്ച് മെഡിസിൻസ് എന്തിനു വേണ്ടി കൊടുക്കുന്ന നമുക്ക് എന്തെങ്കിലും അൺനോൺ കോസ് കൊണ്ടുണ്ടാകുന്ന കോമ വരുമ്പോഴാണ് നമ്മൾ ആ കോമ കോക്ടെയിൽ ആൻറ്റിഡോട്ട് കൊടുക്കുന്നത്. 3 കണ്ടൻറ്റാണ് അതിൽ നമുക്കുള്ളത്. ഡെക്സ്ട്രോസ് ഉണ്ടായിരിക്കും, തയമീൻ ഉണ്ടാവും, നലോക്സോൺ ഉണ്ടാവും. ഈ 3 കണ്ടന്റ് ഉണ്ടാകുന്നത്. ഡെക്സ്ട്രോസ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നലോക്സോൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി റെസ്പിറേറ്ററി ഡിപ്രഷനും CNS ഡിപ്രഷനും ഒക്കെ റിവേഴ്സ് ചെയ്യാനും ഒപ്പിയോയിഡ് ഓവർഡോസ് വന്നിട്ടുള്ള കേസിലാണ് നമ്മൾ നലോക്സോൺ കൊടുക്കുക. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ ആ നലോക്സോണിൻ്റെ. അതുപോലെ തൈമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതെന്താ സാധാരണ നമ്മൾ വെർണിക് കൊർസാക്കോഫ് സിൻഡ്രോമത്തിനല്ല കൊടുക്കുന്നത്, തൈമിനാണ് B1 ആണ് കൊടുക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ മാൽനൗറിഷ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആൽക്കഹോൾ പേഷ്യൻസിലോ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ തൈമിൻസ് കൊടുക്കും. ഓക്കെ, സോ ഇതിൽ നമ്മൾ അൺനോൺ കോസ് കൊണ്ടുള്ള കോമ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിൽ കൊടുക്കുന്ന ഒരു കോമ്പിനേഷൻ മെഡിക്കേഷനാണ് ഈ കോമ കോക്ടെയിൽ എന്ന് ആൻറ്റിഡോട്ട് നമ്മൾ പറയുന്നത്. അത് ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ, ഓപ്ഷൻ ബി. 99 അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡാഷ് ഈസ് ദ ആൻറ്റിഡോട്ട് ഫോർ ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ്. ആൻറ്റികൊളർജിക്ക്, കൊളർജിക്ക്, അഡ്രിനർജിക്ക് ആൻഡ് ആൻറ്റി അഡ്രിനർജിക്ക്. സോ ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ്ങിൽ വരുന്നത് ഏതാണ്? ആൻറ്റികൊളർജിക് ആണ് അല്ലേ, അട്രോപ്പിൻ അത് നമ്മൾ കൊടുക്കുക. യൂറിയ ബ്രെത്ത് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡയഗ്നോസ് ഇക്കോളി ഇൻഫെക്ഷൻ, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ, എച്ച് പൈലോറി ഇൻഫെക്ഷൻ, ക്ലബ്സില ന്യൂമോണിയ ഇൻഫെക്ഷൻസ്. എച്ച് പൈലോറിയുടെ ഇൻഫെക്ഷനാണ് നമ്മൾ യൂറിയ ബ്രെത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ യൂറിയ ബ്രെത്ത് ടെസ്റ്റ് എന്താണ്? എച്ച് പൈലോറി നമുക്കറിയാം, നമുക്ക് എന്താണ് പെപ്റ്റിക് അൾസർ ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസാണ് എച്ച് പൈലോറി എന്ന് പറയുന്നത്. ഇത് ലാർജ് എമൗണ്ട് ഓഫ് നമുക്ക് പഠിക്കുകയാണ് യൂറിയേസ് എന്നുള്ള ഒരു എൻസൈം നമുക്ക് ഉണ്ടാക്കും. നമ്മുടെ ബോഡിയിൽ ലാർജ് എമൗണ്ട് ഓഫ് ദിസ് യൂറിയസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഈ യൂറിയസ് നമ്മൾ ഈ യൂറിയ ബ്രെത്ത് ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ യൂറിയ വിത്ത് ഏതെങ്കിലും ഒരു ഐസോട്ടോപ്പ് ലൈക്ക് C13 കാർബൺ 13 കാർബൺ 14 ഐസോട്ടോപ്പുള്ള യൂറിയ അഡ്മിനിസ്റ്റർ ചെയ്യും നമുക്ക് പേഷ്യൻസിലേക്ക്. അപ്പോൾ ഈ യൂറിയ എന്ത് ചെയ്യും? ഇത് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ യൂറിയസ് ഈ എച്ച് പൈലോറി ഉണ്ടെങ്കിൽ ഇത് യൂറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഈ യൂറിയസ് ഈ ഐസോട്ടോപ്പിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യും? അമോണിയ ഫോം ചെയ്യും. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഫോം ചെയ്യും. ഇത് ലേബിൾഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഈ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്ത് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സേൽ ചെയ്യും. ഓക്കെ, പുറത്തേക്ക് നമ്മൾ ശ്വാസം വിടുമ്പോൾ പോകും. അത് നമ്മൾ മെഷർ ചെയ്യും. അതാണ് യൂറിയ ബ്രെത്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ മനസ്സിലായോ? അത് ആ ടെസ്റ്റ് അത് എച്ച് പൈലോറി ഇൻഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു അനാലിസിസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് പ്രൊവിഷണൽ ആൻസർ കീ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ എനിക്ക് മനസ്സിലായതാണ് ഞാനിവിടെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസം നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. പിന്നെ നിങ്ങൾക്ക് അറിയാലോ PSCയിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ എയിംസിന് വേണ്ടിയിട്ടുള്ള ഓരോ പാട്ട് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫാർമക്കോളജിയിലെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫാർമക്കോളജിയിലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ എയിംസിൻ്റെ ഡെയിലി 20 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതിൽ
ഫാർമക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. ഓക്കെ, സോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാൻ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.